1000 വർഷങ്ങൾക്ക് മുമ്പ് അതിസമ്പന്നരായ ആളുകൾ മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഭക്ഷണ സാധനം. അത് സാധാരണക്കാർക്ക് കഴിക്കാൻ അവകാശമില്ലായിരുന്നു. ഈ സാധാരണക്കാര് രഹസ്യമായി ഇത് കഴിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിലാക്കിയിരുന്നു. അത്രയ്ക്കും അന്നത്തെ റോയൽ ഫാമിലിക്ക് പേടിയായിരുന്നു. രാജാക്കന്മാരൊക്കെയാണ് കൂടുതലായിട്ടും ഈ സാധനം ഉപയോഗിച്ചു വന്നത്. അവർക്ക് പേടിയായിരുന്നു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ശക്തിയും ആരോഗ്യവും ആയുസ്സൊക്കെ വർദ്ധിക്കും. അങ്ങനെ അവർ രാജകുടുംബത്തിന് എതിരായി തിരിഞ്ഞു കഴിഞ്ഞാൽ അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന പേടി കാരണമാണ് ഈ ഭക്ഷണം സാധാരണക്കാർക്ക് കൊടുക്കാതിരുന്നത്. എന്താണ് ഈ ഭക്ഷണം എന്നല്ലേ? ഇതാണ് കറുത്ത അരി അല്ലെങ്കിൽ ബ്ലാക്ക് റൈസ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ധാന്യ വിഭാഗമാണിത്. ഒറൈസ സത്തേവ എന്ന് പറഞ്ഞ അരിവർഗത്തിൽ പെട്ടത് തന്നെയാണ് ഈ ബ്ലാക്ക് റൈസും. പക്ഷേ ഇന്നത്തെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വൈറ്റ് റൈസിനേക്കാളും 10 മടങ്ങ് യൂസ്ഫുൾ ആയിട്ടുള്ള പല കണ്ടന്റ്സും ഈ ബ്ലാക്ക് റൈസിൽ അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ബ്ലാക്ക് റൈസിൽ അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ബ്ലാക്ക് റൈസിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ആന്തോസയനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ്. ഈ ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കും. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വെയർ ആൻഡ് ടയറിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ആന്റി ഓക്സിഡന്റ് ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിലെ ഏജിങ്, ശരീരത്തിൽ പ്രായമാവുന്ന ചുളിവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ചുളിവുകളൊക്കെ മാറിക്കിട്ടാനും ഈ ആന്റി ഓക്സിഡന്റ് സഹായിക്കും. അടുത്ത കാര്യം, ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ ആന്റി ഓക്സിഡന്റിന് സാധിക്കും. പ്രമേഹമുള്ള ആളുകൾക്ക് ഈ ബ്ലാക്ക് റൈസ് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഈ ബ്ലാക്ക് റൈസിന് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളത് കാരണം പെട്ടെന്നൊന്നും ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇൻസുലിൻ സ്പൈക്ക് കുറവായതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് ഇത് നല്ലതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾക്ക്, ശരീരഭാരം കുറയ്ക്കാൻ താല്പര്യമുള്ള ആളുകൾക്കും ഈ ബ്ലാക്ക് റൈസ് ഉപയോഗിക്കാവുന്നതാണ്. ഈ ബ്ലാക്ക് റൈസ് ഉപയോഗിക്കുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു തോന്നലും കുറഞ്ഞു കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ മലബന്ധമുള്ള ആളുകൾക്കൊക്കെ ഈ ബ്ലാക്ക് റൈസ് യൂസ് ചെയ്യാവുന്നതാണ്. ലൂട്ടൈൻ, സിയാസാന്തൈൻ പോലെയുള്ള കോമ്പൗണ്ട്സ്, കരോട്ടിനോയിഡ്സ് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മാത്രമല്ല ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും ഓർമ്മശക്തി നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സന്ധിവാതമുള്ളവർക്കും ഈ ബ്ലാക്ക് റൈസ് ഉപയോഗിക്കാവുന്നതാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ വൈറ്റ് റൈസ് കഴിക്കുന്ന നമുക്ക് ചിലപ്പോൾ ബ്ലാക്ക് റൈസിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ ഈ ബ്ലാക്ക് റൈസ് കുറച്ച് സ്റ്റിക്കിയാണ്, ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് അത് വെന്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ റൈസിന് പകരമായിട്ട് ബ്ലാക്ക് റൈസ് കഴിക്കുമ്പോൾ കഞ്ഞിയുടെ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ പായസ രൂപത്തിലൊക്കെ എടുക്കാം. ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ബ്ലാക്ക് റൈസ് നമ്മളെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. നല്ല ബ്ലൂബെറിനേക്കാളും കൂടുതൽ ആന്തോസയനിൻ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബ്ലൂബെറി എത്രത്തോളം ഹെൽത്തി ഫുഡാണ്, അത്രത്തോളം തന്നെ ഹെൽത്തി ഫുഡാണ് ഈ ആന്തോസയനിൻ അടങ്ങിയിട്ടുള്ള ബ്ലാക്ക് റൈസും. അപ്പോൾ ബ്ലാക്ക് റൈസ് ഒരു പ്രാവശ്യമെങ്കിലും, വീക്കിലി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ പല രീതിയിലുള്ള ചേഞ്ചസും കണ്ടു തുടങ്ങും. ഇത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ബ്ലാക്ക് റൈസ് എങ്ങനെ കുക്ക് ചെയ്തെടുക്കാം, പോഷകമൂല്യം നഷ്ടപ്പെടാത്ത രീതിയിൽ എങ്ങനെ പാചകം ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം, പ്രഷർ കുക്ക് ചെയ്തിട്ട് ഇത് കുക്ക് ചെയ്യരുത്. കാരണം പ്രഷർ കുക്കിൽ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും കാരണം ഇതിൽ വിറ്റാമിൻസും മിനറൽസും നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ അരി പാചകം ചെയ്യുന്നതിന് മുമ്പ് ഒരു 8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാൻ വെക്കണം. അങ്ങനെ വെള്ളത്തിൽ കുതിരാൻ വെച്ചതിന് ശേഷം പിന്നീട് അത് കഴുകിയെടുത്ത് ഒരു സാധാരണ ഒരു ചെമ്പിലോ പാത്രത്തിലോ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. സ്ലോ കുക്ക് ചെയ്തിട്ടാണ് ഇത് എടുക്കേണ്ടത്. മാത്രമല്ല ഒരുപാടൊന്നും വെള്ളം ഒഴിച്ച് വെക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം കളയേണ്ടി വരും. അപ്പം അങ്ങനെ വെള്ളം കളഞ്ഞു കഴിയുമ്പോൾ ആ വെള്ളത്തിൽ ഈ അരിയിലെ പോഷക മൂല്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും. ആ വെള്ളം നിങ്ങൾ കളയുമ്പോഴും ആ അരിയിലെ ഗുണമേന്മ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ആഡ് ചെയ്തുകൊണ്ട് വേണം ഈ അരി കുക്ക് ചെയ്തെടുക്കാൻ. ഐ ഹോപ്പ് ബ്ലാക്ക് റൈസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.